ദുബായിൽ അപ്പാർട്ട്മെന്റോ വില്ലയോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? റെഡി ടു മൂവ് ആണോ നല്ലത്, അതല്ലെങ്കിൽ ഓഫ് പ്ലാൻ ആണോ നല്ലത്? ദുബായിലെ പ്രോപ്പർട്ടി മേഖലയിലെ പ്രമുഖരായ ELL പ്രോപ്പർട്ടീസിന്റെ സ്ഥാപകൻ സായി ശ്യാം സംസാരിക്കുന്നു. പ്രോപ്പർട്ടി ടോക്ക്. സായി, നമ്മൾ ദുബായിലെ പ്രോപ്പർട്ടി വാങ്ങിക്കുക, അതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കേൾക്കാറുള്ളത്. ഓഫ് പ്ലാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് റെഡി ടു മൂവ്, ഇതാണ് കേൾക്കുന്നത്. സത്യത്തിൽ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? സാധാരണ പല ആളുകൾക്കും ഇതിൻ്റെ യഥാർത്ഥമുള്ള വ്യത്യാസം അറിയില്ല, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾക്ക് അതൊക്കെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള ഒരു പ്രധാന ഡിഫറൻസ്? ബേസിക്കലി ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു അസറ്റ്, അതായത് ഒരു ബിൽഡിങ്, ഒന്നില്ലെങ്കിൽ അത് അനൗൺസ് ചെയ്ത സ്റ്റേജ്, അല്ലെങ്കിൽ അത് പണി നടക്കുന്ന സ്റ്റേജ്, അല്ലെങ്കിൽ പണി കംപ്ലീറ്റ് ആവാറായ സ്റ്റേജ്. ദാറ്റ് മീൻസ് പ്രോപ്പർട്ടി റെഡി ആയിട്ടില്ല. റെഡി ആവുന്നതിന് മുമ്പുള്ള സ്റ്റേജിനെയാണ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്പേഴ്സ്, ഇപ്പോൾ ദുബായിലായിക്കോട്ടെ, ലോകത്തിൻ്റെ എവിടെ ആയിക്കോട്ടെ, എല്ലാ ഡെവലപ്പേഴ്സും, ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഒരു ഡെവലപ്പറുടെ നിന്ന്, അതായത് പണിയുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ അത് പണി നടക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങണം. അതാണ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. റെഡി ടു മൂവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയ സ്റ്റേജ്. അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ എന്താ, ഒബ്വിയസ്ലി ഒരാൾ വാങ്ങിച്ച് കഴിഞ്ഞു. ആ വാങ്ങിച്ച് കഴിഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണ് റെഡി ടു മൂവ്, അല്ലേ? ഒരാൾ ഓൾറെഡി പണി തുടങ്ങുന്നതിന് മുമ്പ് വാങ്ങിച്ച് ഡെവലപ്പർ എടുക്കുന്നു, അത് പണി കഴിഞ്ഞപ്പോൾ ആ പ്രോപ്പർട്ടി ഡെവലപ്പർ എടുത്തല്ല, അത് ആ വാങ്ങിയ ആളുടെ അടുത്താണ്. അപ്പോൾ റെഡി ടു മൂവ്. അപ്പോൾ റെഡി ടു മൂവ് നമുക്കൊരു, ബേസിക്കലി എൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓഫ് പ്ലാൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടികൾ നമ്മൾ ഡെവലപ്പറുടെ നിന്ന് വാങ്ങും. റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് വാങ്ങും. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റായി. അപ്പോൾ ഇൻഡിവിജ്വലിൽ നിന്ന് വാങ്ങുമ്പോൾ, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അയാളുടെ ലാഭം എടുത്തിട്ട് വിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റെഡി ടു മൂവിന് പൊതുവെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. ഓഫ് പ്ലാൻ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ച് റിട്ടേൺസ്, അല്ലെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചറിൽ ഒരു അപ്രീഷിയേഷൻ ഉദ്ദേശിച്ച് വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ഏർലി ഫേസിൽ പ്രോപ്പർട്ടി അനൗൺസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇവിടെ വരുന്നു, ആ വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു പേര് അനൗൺസ് ചെയ്ത്, ലൊക്കേഷൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിലൊരു ബുക്കിംഗ് എമൗണ്ട് കൊടുത്ത് വെയിറ്റ് ചെയ്ത് ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും നല്ല യൂണിറ്റ്, ഏറ്റവും നല്ല ലേ ഔട്ടിൽ ചൂസ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് ഓഫ് പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ വാങ്ങുന്ന പ്രോപ്പർട്ടി നല്ല ഡെവലപ്പർ ആയിരിക്കണം, നല്ല ലൊക്കേഷൻ ആയിരിക്കണം, നല്ല ലേ ഔട്ട് ആയിരിക്കണം, നല്ല വ്യൂ ആയിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ആ ഡെവലപ്പറുടെ ട്രാക്ക് റെക്കോർഡ്, ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്ത പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അവിടുത്തെ ക്വാളിറ്റി എന്താണ്, അവിടുത്തെ റെൻ്റ് എത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്യൂച്ചർ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് പ്ലാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നല്ലത്. റെഡി ടു മൂവ് എന്ന് പറയുമ്പോൾ നമുക്ക് താമസിക്കാൻ യൂസ് ചെയ്യാം, പക്ഷേ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ അയാൾ വാങ്ങിച്ചതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഇട്ടിട്ട് അയാൾ വിൽക്കുള്ളൂ. റെഡി ടു മൂവ് ആകുമ്പോൾ നമ്മൾ ആ വാങ്ങിയ ആൾക്ക് ഫുൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അത് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഫുൾ ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. ഓഫ് പ്ലാൻ ആകുമ്പോൾ നമുക്ക് 2-3 വർഷം കൺസ്ട്രക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ഡെവലപ്പർ തന്നെ ഒരു പേയ്മെൻറ്റ് പ്ലാൻ തരും. അത് നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു പേയ്മെൻറ്റ് പ്ലാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ, വലിയ ഹാസിൽ ഇല്ലാതെ ആ പ്രോപ്പർട്ടി എടുക്കാം. ഈ റെഡി ടു മൂവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ സെക്കൻഡറി ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത് പറയുമ്പോൾ തന്നെ അവിടെ ഈ മെറ്റീരിയലിൻ്റെ കാര്യത്തിനകത്ത്, കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിനകത്ത് ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് അയാളുടെ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ, അപ്പം നമുക്ക് പോയി അത് മാത്രം കണ്ടിട്ട് വാങ്ങേണ്ടി വരും. അതിന് പകരം നമുക്ക് ഇതുപോലെ പ്രൊജക്റ്റിൽ നമ്മൾ ഒരു ഏർലി സ്റ്റേജ് തന്നെ നോക്കണം, നമുക്ക് ആ ബിൽഡിങ്ങിൽ മൊത്തം ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നമുക്ക് വലിയൊരു എമൗണ്ട് കയ്യിൽ വേണ്ട, ചെറിയ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആ കൺസ്ട്രക്ഷൻ നടക്കുന്നത്, ലെറ്റ്സ് സേ 100 രൂപയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു 40 രൂപ മാത്രം അടച്ചാൽ മതി. ആ പണി നടക്കുന്ന 3 വർഷമാണെങ്കിൽ ആ 3 വർഷം കൊണ്ട് അടച്ചാൽ മതി. ബാക്കിയുള്ള എമൗണ്ട് വേണമെങ്കിൽ കംപ്ലീറ്റ് ആകുമ്പോൾ ലോൺ എടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് പേയ്മെൻറ്റ് പ്ലാൻസിൽ കിട്ടും. അപ്പോൾ ഒരുപാട് പൈസ മുടക്കാതെയും റിസ്ക് കുറച്ചും ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഓഫ് പ്ലാൻ ആണ്. ഓഫ് പ്ലാനിൽ ഒറ്റ കാര്യം ഉറപ്പ് വരുത്തേണ്ടത്, നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്യൂ ഡിലിജൻസ് നടത്തേണ്ടത്. നമ്മളൊരു ഡെവലപ്പറുടെ ട്രാക്ക് റെക്കോർഡ്, അവർ ഇതിനു മുമ്പുള്ള പ്രൊജക്റ്റുകളൊക്കെ ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അറിയാമല്ലോ. അപ്പോൾ അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, സേഫ് ആയിട്ടുള്ള നല്ലൊരു ഡെവലപ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ടൈം ഡെലിവറി കിട്ടും. പിന്നെ ഡെലിവറി ഒക്കെ ഓൺ ടൈം കൊടുക്കുക എന്നുള്ളത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാണ് എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പ്രോപ്പർട്ടി പണിയുന്ന സാഹചര്യത്തിൽ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കണമല്ലോ. അപ്പോൾ പേയ്മെൻറ്റ് കൊണ്ട് ഡെവലപ്പർ മുങ്ങി എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു ഡെവലപ്പർക്കും പേയ്മെൻറ്റ് അവരുടെ ഓൺ അക്കൗണ്ടിലേക്ക് വാങ്ങാൻ റൈറ്റ്സ് ഇല്ല. അപ്പോൾ അതിന് എസ്ക്രോ അക്കൗണ്ട് ഉണ്ട്. ഏത് പ്രൊജക്റ്റ് ആണോ ഒരു ബയർ വാങ്ങുന്നത്, അതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് മുതൽ കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള എല്ലാ എമൗണ്ടും എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് അടയ്ക്കേണ്ടത്. അത് ഹാൻഡിൽ ചെയ്യുന്നത് ദുബായ് ഗവൺമെൻറ് അതോറിറ്റിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ആകുമ്പോഴാണ് ഡെവലപ്പർക്ക് ആ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ റിസ്ക് ഇല്ല. അപ്പം പണിത് തീർക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഡെവലപ്പറുടെയാണ്. നല്ല ഡെവലപ്പറെ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു.